സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ. അതെ. ഓക്കെ. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. റെവിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. യൂഷ്വലി നമ്മുടെ കേരളത്തില് ഈ ഒരു സോഫ്റ്റ്വെയർ മേജർ ആയിട്ട് യൂസ് ചെയ്ത് ഒരു 4, 5, 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഫെമിലിയർ ആയിട്ട് കൂടുതൽ ഇത് പുറത്ത് ഗൾഫിലും അങ്ങനെ പുറത്തുള്ള കൺട്രീസിലൊക്കെ അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് അവർ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ആയി വരുന്നുള്ളൂ. ഇപ്പൊ കുറെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ റെവിറ്റ് സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട്. ഈ റെവിറ്റ് എന്ന് പറഞ്ഞൊരു BIM സോഫ്റ്റ്വെയർ ആണ്. BIM എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫോർമേഷൻ മോഡലിംഗ്. അതായത് നമ്മുടെ മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓട്ടോഡെസ്കിന്റെ ഒരു മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ് റെവിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓട്ടോഡെസ്ക് നിങ്ങൾക്ക് അറിയാം, ഓട്ടോക്യാഡ് അതെല്ലാം ഓട്ടോഡെസ്കിന്റെ സോഫ്റ്റ്വെയർ ആണ്, ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. റെവിറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലിംഗ്, അതായത് ഡ്രാഫ്റ്റിംഗ് പ്ലസ് മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് 3D ഫോമിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മുടെ കമ്പോണൻസ്, നമ്മുടെ ബിൽഡിംഗ് കമ്പോണൻസും ബിൽഡിംഗ് എല്ലാം നമുക്ക് അതിൽ മോഡൽ ചെയ്ത് നമുക്കത് വിഷ്വലൈസ് കുറച്ചും കൂടി ക്ലയന്റും നമ്മളും ആർക്കിടെക്ചർ അവരൊക്കെ തമ്മിൽ ഒന്നുകൂടി ഈസി കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ യൂസസ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി വേറെ സോഫ്റ്റ്വെയറിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സ്കെച്ചപ്പ് ഇതിനേലും എളുപ്പമാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നമ്മൾ ക്യാഡില് ഒരു വോള് വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ 2 ലൈൻ വരച്ചിട്ടാണ് ഒരു ക്യാഡിൽ ഒരു വോള് വരയ്ക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വോൾ എടുത്ത് വരയ്ക്കുമ്പോൾ തന്നെ ആ 2 ലൈൻ ആ വോൾ ജനറേറ്റ് ആയി 2 ലൈനും വന്നു. ലൈൻ കമാൻഡ് പോലെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കാണിച്ചു തരാം. ഇന്ന് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡക്ഷൻ, അഡ്വാൻറ്റേജ് അതെല്ലാം പറയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഇന്റർഫേസ് അതെല്ലാം കാണും. ഓക്കെ. അപ്പം നമുക്ക് ഈസിലി നമ്മൾ വരച്ചു കഴിയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് അതിന് 3D കിട്ടി. നമുക്ക് വേണമെങ്കിൽ അതിന്റെ സെക്ഷൻ കട്ട് ചെയ്ത് അപ്പൊ തന്നെ സെക്ഷൻ വ്യൂ കാണാൻ പറ്റും. അതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ഇതിൽ നമുക്ക് എല്ലാ കമ്പോണന്റ്, വാള് മാത്രമല്ല ഡോർ ഫർണിച്ചേഴ്സ് ആണെങ്കിലും ബീം, കോളം, സ്ലാബ് അങ്ങനെ നമുക്കത് റിവിറ്റ് ചെയ്യുന്ന നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് എളുപ്പമായിരിക്കും. നമുക്കത് പഠിക്കാൻ നല്ല എളുപ്പമാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി പോലെ ആയിരിക്കും. പിന്നെ അതൊക്കെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ ഇതിൽ മോഡൽ ചെയ്ത് അത് നമുക്ക് ഒന്നും കൂടെ കുറെ ക്ലാഷ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ റെവിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. റെവിറ്റ് തന്നെ പല ബ്രാഞ്ച് ഉണ്ട്. അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, MEP നിങ്ങൾക്ക് അറിയാം, അതെല്ലാം റെവിറ്റിലാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ആർക്കിടെക്ട് റെവിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രക്ചറൽ റെവിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചേഴ്സ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് ആണ്. ഇതിൽ റെവിറ്റിൽ തന്നെ പല ടെംപ്ലേറ്റ് ഉണ്ട്. ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ്, സ്ട്രക്ചറൽ ടെംപ്ലേറ്റ്, ഇലക്ട്രിക്കൽ ടെംപ്ലേറ്റ് ആൻഡ് മെക്കാനിക്കൽ ടെംപ്ലേറ്റ്. ഇത്രയും ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ഓരോ വർഷവും ഈ ഒരു സോഫ്റ്റ്വെയർ ഇറക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി നമുക്ക്. ഇപ്പം പ്രൈമവേറ ഇതെല്ലാം ക്ലാഷ് ഡിറ്റക്ഷൻ ഒക്കെ പ്രൈമവേറ നല്ലതാണ്. അത് നമുക്ക് മോഡലിംഗ് ആണ് കൃത്യമായിട്ട് നമുക്ക് എളുപ്പത്തിൽ അത് ഇതാക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ബേസിക്കലി നമ്മുടെ നമ്മൾ ഈ സിവിൽ എഞ്ചിനീയേഴ്സ് ഫെമിലിയർ ആണ് റെവിറ്റ് ആർക്കിടെക്ചർ ആൻഡ് റെവിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എല്ലാം സെയിം ആണ്. അതായത് റെവിറ്റിന്റെ അകത്തുള്ള സോഫ്റ്റ് ഇപ്പൊ ഓരോ ടൂൾസും വ്യൂവും എല്ലാം ഈ റെവിറ്റിൽ എല്ലാം സെയിം ആണ്. പല ബ്രാഞ്ച് ആക്കി ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇപ്പം ഞാൻ റെവിറ്റ് ആർക്കിടെക്ചറിൽ മോഡൽ ചെയ്തത് ജസ്റ്റ് ഷെയർ ചെയ്യാണ്. ഇത് റെവിറ്റ് ആർക്കിടെക്ചറിൽ മോഡൽ ചെയ്ത് ഒരു ഇന്റീരിയർ, നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സ്റ്റെയർ നമുക്ക് കസ്റ്റമൈസ്ഡ് സ്റ്റെയർ, നോർമൽ സ്റ്റെയർ അല്ലാതെ ഇങ്ങനെ നമുക്ക് സ്റ്റെയർ പല രീതിയിൽ മോഡൽ ചെയ്യാം. പല മെറ്റീരിയൽ നമുക്ക് ആഡ് ചെയ്യാം. ആ മെറ്റീരിയൽ നമുക്ക് റെൻഡർ ചെയ്ത് ഇതിന് റെൻഡറിങ് കുറച്ചും കൂടി സിംപ്ലർ ആക്കാൻ പറ്റും. കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും റെൻഡറിങ്. ഇപ്പൊ ഇതിന്റെ ക്ലാരിറ്റി കുറവാണ്. ഇപ്പൊ ഇതിന്റെ സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ക്ലാരിറ്റി നമുക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ റെൻഡറിങ് ടൈം അതൊക്കെ വ്യത്യാസം ഉണ്ടാവും.
ഇത് റെവിറ്റ് ആർക്കിടെക്ചറിൽ ഒരു ഗ്രോട്ടോ പോലെ മോഡൽ ചെയ്താണ്. അത് നമുക്ക് പല വ്യൂ ഉണ്ട്, നൈറ്റ് വ്യൂ, ഡേ വ്യൂ എല്ലാം ഉണ്ട്. നൈറ്റ് വ്യൂവിൽ തന്നെ നമുക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് ഓരോ ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ലൈറ്റ്സിന്റെ ഈ ഓരോ ഇത് ബ്രൈറ്റ്നെസ്, ഇന്റൻസിറ്റി, കളർ, അതെല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്ത് നമുക്ക് ആ പെർട്ടിക്കുലർ ലൈറ്റിന്റെ ഒന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ ഫേർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് കൊണ്ടുവന്ന് വെക്കാം. ഫേർണിച്ചേഴ്സ്, വിൻഡോസ്, ഡോർ എല്ലാം കൊണ്ടുവന്ന് വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനെല്ലാം നമ്മൾ ഓരോ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അതായത് ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫർണിച്ചർ ഫാമിലിയിൽ സോഫ, അതിനെ നമുക്ക് വേറെ മോഡൽ ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു മോഡൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം, ഇമ്പോർട്ട് ചെയ്യും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമ്മൾ ഫാമിലി പോലെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് അത് ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം റെവിറ്റിൽ നിലവിൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ കൊണ്ടുവന്ന വേറെ ആരോ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ വെച്ചോളൂ. നമ്മുടെ രീതിയിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇതൊരു എക്സ്റ്റീരിയർ വ്യൂ ആണ്. നിങ്ങൾ ക്ലാരിറ്റി ശ്രദ്ധിക്കേണ്ട, അത് റെൻഡറിങ് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് നിൽക്കും. ഇതൊരു ഗ്രോട്ടോ പോലെ. ഇത് റെവിറ്റ് ആർക്കിടെക്ചറിന്റെ ഇമേജസ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. റെവിറ്റ് സ്ട്രക്ചറിന്റെ ഇമേജസ് ഇതുപോലെ നമുക്ക് ഒരു ബീം, നമുക്ക് ഇത് കംപ്ലീറ്റഡ് അല്ല. ഈ റീഇൻഫോഴ്സ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ഇപ്പൊ ഇതില് RCC കമ്പോണന്റ്, PCC കമ്പോണന്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഇതൊക്കെ നമുക്ക് മോഡൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ ബീം, ഈ ബീം ആണ് ഇതിന്റെ സെക്ഷൻ വ്യൂ. നമുക്ക് കട്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് നമുക്കത് പേജിൽ നമ്മൾ CAD-ൽ നമുക്ക് ക്ലയന്റിനെ കൊടുക്കുന്ന പോലെ നമുക്കത് കൊടുക്കാം. ഇത് CAD-ലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ബീം കോളം ലേഔട്ട് ഉണ്ട്. ഞാൻ ഇപ്പൊ ബീമിന്റെ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് റെവിറ്റ് ആർക്കിടെക്ചറിലും നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് എടുക്കാം. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ ഇതാണ്, റെവിറ്റ് 20. ഇപ്പൊ എന്റെ വേർഷൻ 2020 ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് 24 വരെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ റെവിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അത് സ്റ്റുഡന്റ് വേർഷൻ ഉണ്ട്, ലൈസൻസ് വേർഷൻ ഉണ്ട്, ക്രാക്ക് വേർഷൻ ഉണ്ട്. സ്റ്റുഡന്റ് വേർഷൻ ആണ് കുറച്ചും കൂടി, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം ID കാർഡും നിങ്ങളുടെ സ്റ്റുഡന്റ് എന്നുള്ള ഒരു പ്രൂഫ് എന്തോ ഒരു സൈറ്റിലേക്ക് റെവിറ്റിന്റെ, അത് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് വഴി അയച്ചു തരാം. ആ സൈറ്റിൽ ചെന്നിട്ട് സ്റ്റുഡന്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. റെവിറ്റ് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ റെവിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഐക്കൺ, റെവിറ്റ് സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ ആണ് ഇപ്പൊ ഓപ്പൺ ചെയ്തത്. അപ്പൊ ഇതിന്റെ അകത്ത് അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ടേബിൾ കാണും, ഇങ്ങനെ ഒരു വിൻഡോ കാണും. ഇതിന്റെ അകത്ത് മോഡൽസ്, ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിനെയാണ് മോഡൽസ് എന്ന് പറയുന്നത്. ഫാമിലീസ് അതിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ ഞാൻ ഇതിന് റീസെന്റ് ആയിട്ട് ചെയ്ത ജസ്റ്റ് മോഡൽസ് ആണ്. ഫാമിലീസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം, ഒരു ചെയർ, ഫുട്ടിങ്, അതെല്ലാം ഫാമിലീസ് ആണ്. ഇപ്പൊ ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ലോപ്പ് ഫുട്ടിങ് ആണ്. അത് നമ്മുടെ പ്രൊജക്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല, പ്രൊജക്ട് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ഒരു ഫാമിലി പോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് ഇതിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഡയമെൻഷൻ ഒക്കെ നമുക്ക് ഇതിൽ നമുക്ക് മാറ്റാനൊക്കെ പറ്റും. അത് ഇതുപോലെ ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിനാണ് റെവിറ്റ് ഫാമിലി. ഇപ്പൊ ഇതുപോലെ ഫാമിലീസ് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റെവിറ്റ് ഫാമിലിയിൽ ന്യൂ എടുത്ത് അങ്ങനെ പ്രൊജക്ട് എടുക്കുന്ന പോലെ എടുക്കാം. ന്യൂ എടുത്തിട്ട് ഏത് ടെംപ്ലേറ്റ് ആണ്, മെട്രിക് എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാമിലി, കോളം ഒരു പെർട്ടിക്കുലർ ഷേപ്പുള്ള കോളം ആണോ, അല്ലെങ്കിൽ ഒരു ഡോർ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേർണിച്ചേഴ്സ് ആണോ, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഓരോന്നിനും ഓരോ ഫാമിലി ഉണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം മോഡൽ ചെയ്തെടുക്കാം. ഇതാണ് റെവിറ്റ് ഫാമിലീസിൽ വന്ന്. മോഡൽസ് ഞാൻ പറഞ്ഞു പ്രൊജക്ട്സ് ആണ്. പ്രൊജക്ട് നമ്മൾ ഫുൾ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഇപ്പൊ ഞാൻ ഒരു പുതിയൊരു വിൻഡോ എങ്ങനെ പുതിയ പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ മോഡൽസ് നമുക്ക് പുതിയ പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മോഡൽസിന്റെ അകത്തുള്ള ന്യൂ എടുക്കാം. അതിലെ ടെംപ്ലേറ്റ്സ് ഞാൻ പറഞ്ഞ ഇത്രയും ടെംപ്ലേറ്റ്സ് കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, സ്ട്രക്ചറൽ, മെക്കാനിക്കൽ, പിന്നെ ഇനിയുണ്ട് ഇലക്ട്രിക്കൽ, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ ഇതില് ക്രാക്ക് വേർഷൻ ആണ്. അപ്പം എന്റെ ഇതിൽ ഇത്ര ഉള്ളൂ. ആർക്കിടെക്ചർ ഞാനിപ്പം ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് എടുക്കുകയാണ്. ഓക്കെ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇതില് നിങ്ങളുടെ ഈ വ്യൂവിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം നമ്മുടെ സോഫ്റ്റ് CAD ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഈ ഒരു നിങ്ങൾക്ക് ഇതിലെ ഓരോ ടൂൾസും ഐക്കൺസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഇതെന്തിനാ യൂസ് ചെയ്തൊക്കെ CAD-ലുള്ള ഐക്കൺസ് ആണ്. ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് എടുത്തു, റിവിഷൻ ക്ലൗഡ്സ്, ഇതെല്ലാം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ്. ഇപ്പം ഡോറിന് വേണ്ടിയിട്ടാണ് ഡോർ ഓപ്ഷൻ ഉള്ളത്, വോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾ ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ, അതാണ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ റിബൺസ് ഉണ്ട്, കുറെ മെനു ബാർസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആർക്കിടെക്ചറിന്റെ അകത്ത് വരുന്നതാണ് വോൾ, ഡോർ, ഇതൊക്കെ. അതായത് ഞാൻ പറഞ്ഞു പല ടെംപ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ സ്ട്രക്ചറൽ ടെംപ്ലേറ്റ്, മെക്കാനിക്കൽ ടെംപ്ലേറ്റ്, ഇലക്ട്രിക്കൽ, അങ്ങനെ പല ടെംപ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെല്ലാ ടെംപ്ലേറ്റും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ഒരു വിൻഡോ തന്നെ നിങ്ങൾ കാണുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നിങ്ങൾ ഏത് ടെംപ്ലേറ്റ് ആണ് വർക്ക് ചെയ്യുമ്പോൾ സ്ട്രക്ചർ അല്ല സോറി ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു അതിന്റെ ടൂൾസ് മാത്രം നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. എല്ലാ ടെംപ്ലേറ്റും എല്ലാ ടൂൾസും വിസിബിൾ ആയിരിക്കും. പക്ഷേ ആർക്കിടെക്ചർ ടെംപ്ലേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും ആർക്കിടെക്ചറിലുള്ളത്. ഓക്കെ, എന്നുവെച്ചാൽ സ്ട്രക്ചറിൽ ചെന്നിട്ട് ഇതില് ഞാൻ ഇപ്പൊ ഒരു സ്ട്രക്ചറൽ റീബാർ കൊണ്ടുപോയി ആർക്കിടെക്ചർ ടെംപ്ലേറ്റിൽ വെക്കുമ്പോൾ ഇത് എറർ കാണിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആർക്കിടെക്ചറൽ ടാബിന്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റിൽ നമ്മൾ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. പിന്നെ ആർക്കിടെക്ചറിൽ നമുക്ക് ഇത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് ചില ടാബ് ഉണ്ട്. അതായത് ഇൻസേർട്ടിന് ഇത് എല്ലാ ടെംപ്ലേറ്റ്സിലും വർക്ക് ചെയ്യും. ഇൻസേർട്ട് എന്ന് പറയുന്നത് അനോട്ടേറ്റ് എന്ന് പറഞ്ഞത് എല്ലാത്തിനും വർക്ക് ചെയ്യും. അതായത് ഇതൊരു ഡീറ്റെയിലിംഗ് 3D കിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനോട്ടേറ്റ്. അത് നമ്മൾ എല്ലാ ഫീൽഡുകാരും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മാസിംഗ് സൈറ്റ് ആർക്കിടെക്ട് ടെംപ്ലേറ്റിന്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, അത് ഇതിൽ സപ്പോർട്ടീവ് ആണ്. ഇത് സ്ട്രക്ചറൽ ടെംപ്ലേറ്റിൽ ഇത് ഉണ്ട്. നമുക്കത് ഓൺ ചെയ്യാം. എല്ലാം ഓൺ ആയിരിക്കില്ല, എല്ലാം സപ്പോർട്ടിങ് ആയിരിക്കില്ല. പിന്നെ വ്യൂ എല്ലാ ടെംപ്ലേറ്റിലും ഓക്കെയാണ്, വർക്ക് ചെയ്യും. മാനേജർ എല്ലാ ടെംപ്ലേറ്റിലും വർക്ക് ചെയ്യും. ആഡിൻസ് എല്ലാ ടെംപ്ലേറ്റിലും വർക്ക് ചെയ്യും. പിന്നെ മോഡിഫൈ അത് ഇമ്പോർട്ടന്റ് ആണ്. CAD-ന്റെ അലൈൻ, മൂവ്, കോപ്പി, റൊട്ടേറ്റ്, ഇതെല്ലാം മോഡിഫൈ അതെല്ലാം എല്ലാ ടെംപ്ലേറ്റിലും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ആർക്കിടെക്ചറിൽ ഉള്ളത് പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ്, അതൊക്കെയാണ് ആർക്കിടെക്ചർ ടെംപ്ലേറ്റിന്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഓരോ ഇപ്പം നിങ്ങളിപ്പോ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ സ്ട്രക്ചറിലും കുറെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ആർക്കിടെക്ചർ ടെംപ്ലേറ്റിൽ അത് യൂസ്ഡ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് ഇതുവരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ എല്ലാ ടെംപ്ലേറ്റിലും എല്ലാ ടൂൾസും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാ ടെംപ്ലേറ്റിനും എല്ലാ ടൂൾസിനും യൂസസ് പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അത് റെവിറ്റിൽ ഏത് സ്ട്രക്ചർ ആയാലും ആർക്കിടെക്ചർ ആയാലും നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇതിൽ വിൻഡോസ്, ഡോർ, കമ്പോണൻസ് എന്ന് പറഞ്ഞ ഫേർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലോഡ് ചെയ്തെടുക്കുക, ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെയാ ഇത് ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. റൂഫ്, പല റൂഫ് ഉണ്ട്. ബൈ ഫുട് പ്രിന്റ്, എക്സ്ട്രൂഷൻ, ജസ്റ്റ് 2 ലൈൻ 2D ലൈൻ വരച്ചിട്ട് അതിന്റെ എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കർട്ടൻ സിസ്റ്റം
നമ്മുടെ ഗ്ലാസ് ഇട്ട ഈ ബിൽഡിങ്സ് ഒക്കെ ഇല്ലേ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ, ഇത് കർട്ടൻ സിസ്റ്റം വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വന്നതാണ് മില്യൻസ് എന്ന് പറയുന്നത്. ഫ്രെയിംസ് ആണ്, ഈ കർട്ടൻ ഫ്രെയിംസ് ആണ് മില്യൻസ് എന്ന് പറയുന്നത്. പിന്നെ റെയിലിംഗ്സ്, റാമ്പ്, സ്റ്റെയർ ഇതൊരു കാറ്റഗറി. റെയിലിംഗ് നമുക്ക് പല രീതിയിലും വരയ്ക്കാം. ഒരു സ്ലാബ് വരച്ചിട്ട് നമുക്ക് മേളിൽ റെയിലിംഗ് കൊടുക്കണമെങ്കിൽ നമുക്ക് പ്ലേസ് ഓൺ സ്റ്റെയർ ഓർ റാമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് മേളിൽ റാമ്പിൽ റെയിലിംഗ് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് അതിന്റെ മേളിൽ വരച്ചു കൊടുത്താൽ മതി. സ്കെച്ച് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ റെയിലിംഗ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. പിന്നെ റാമ്പ് നമുക്ക് മോഡൽ ചെയ്യാം, സ്റ്റെയർ മോഡൽ ചെയ്യാം. പിന്നെ മോഡൽ ടെക്സ്റ്റ് 3D മോഡൽ 3D ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ റൂം സെപ്പറേറ്റർ, അതായത് ഓരോ റൂംസിന് ഓരോ കളേഴ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇത് പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. ഈ മോഡൽ ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു കട, നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ മോഡൽ ചെയ്തു, ആ ബിൽഡിങ്ങിന് പേര് നമ്മൾ അതിൽ കാണിച്ചു കൊടുക്കണം. ഒരു നെയിം ബോർഡ് ഉണ്ടാവില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ മോഡൽ ടെക്സ്റ്റ് വെച്ചിട്ട് അങ്ങനെ നെയിം ബോർഡ് പോലെ 3D ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ. പിന്നെ റൂം സെപ്പറേറ്റർ, ഏരിയ, ടാഗ് ഏരിയ, ഇതെല്ലാം പ്രസന്റേഷൻസ് ഇത് നമുക്ക് പ്രസന്റ് ചെയ്യാം. ക്ലയന്റിന്റെ മുമ്പിൽ നമ്മൾ ഫുൾ മോഡൽ ചെയ്ത് ഇന്റീരിയർ എക്സ്റ്റീരിയറും പ്ലാനും എല്ലാം നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് റൂം സെപ്പറേറ്റർ. അത് റൂം സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റൂം വരയ്ക്കുക, അതിന്റെ അകത്ത് ഇങ്ങനെ പാർട്ടീഷൻ, അവിടെ ഒരു ഡ്രസ്സിംഗ് റൂമാണ്, ഒരു ബെഡ്റൂമിന്റെ അകത്തൊരു ഡ്രസ്സിംഗ് റൂം ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഡ്രസ്സിംഗ് റൂമിന്റെ വാള് ഒരു വോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ജിപ്സം ബോർഡാണ്. ഒരു ബോർഡ് വെച്ച് മാത്രമേ അവർ മറിച്ചിട്ടുള്ളൂ. അപ്പം ഇപ്പൊ ഞാൻ റൂം എടുത്തിട്ട് ഏരിയ എടുക്കുമ്പോൾ ഫുൾ റൂമിന്റെ ഏരിയ എനിക്ക് ഇത് കിട്ടും. റൂം സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ റൂമിന്റെ ഈ ഡ്രസ്സിംഗ് റൂമിന്റെ ഇത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഏരിയ, അതായത് നമുക്ക് അങ്ങനെ അത്രയും ഇത് എനിക്ക് വേണ്ട. റൂം ഏരിയ കാണിക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിന്റെ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയ കിട്ടണമെങ്കിൽ റൂം സെപ്പറേറ്റർ വെച്ച് അതൊരു ഇൻവിസിബിൾ ലൈൻ ആയിരിക്കും. 3D നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ 2D നമുക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റർ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഏരിയ കിട്ടും. ഏരിയ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടാഗ് ചെയ്താൽ മതി. നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സിസ്റ്റം റൂം ടാഗ് ചെയ്യാൻ കാണിച്ചത്. വരുന്ന ക്ലാസ്സിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറയുന്നത് ബൈ ഫേസ്, ഇത് ഓപ്പണിങ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എടുക്കുന്നത്. ഇത് സ്ട്രക്ചറിന്റെ അകത്തും ആ സെയിം സംഭവം തന്നെയുണ്ട്, സെയിം ഓപ്ഷൻസ് തന്നെയുണ്ട്, ആർക്കിടെക്ചറിലും ഉണ്ട്. ഓക്കെ. ഇത് വാളിൽ ഓപ്പണിംഗ് കൊടുക്കാൻ, വെർട്ടിക്കൽ ഓപ്പണിംഗ് കൊടുക്കാൻ, ഡോമർ പോലെ, അതായത് ഒരു ഇപ്പം ഓരോന്നിന്റെ മേലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മോഡൽ കാണാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു കാണിച്ചു തരും. കണ്ടോ, ഇതുപോലത്തെ ഒരു റൂഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യും. പിന്നെ വരുന്നത് ലെവൽസ് ആൻഡ് ഗ്രിഡ്. ഇപ്പൊ ലെവൽ ഇപ്പൊ ഇനാക്റ്റീവ് ആണ്, കാരണം ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മള് എലിവേഷൻസിൽ ചെന്നിട്ടാണ്. അത് പറയാം. പിന്നെ ഗ്രിഡ് നിങ്ങൾക്ക് പ്ലാനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഗ്രിഡ് ഓപ്പൺ. ഇപ്പൊ ഗ്രിഡ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം, ലെവൽസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾ സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്തിട്ടുള്ള PTABസിലാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഓരോ വീടിന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് എത്ര നമ്പർ ഓഫ് 6 സ്റ്റോറി ബിൽഡിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ഓരോ ലെവൽസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഓരോ അതിന് മേളിൽ സ്റ്റാക്ക് ചെയ്ത് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ലെവൽ CVOയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ നിലവിൽ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത് പ്ലാൻ വ്യൂവിലാണ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. പറ്റാത്തത് കൊണ്ടാണ് ലെവൽസ് ഇൻആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. എലിവേഷൻസിൽ പോയാൽ ലെവൽസ് ആക്റ്റീവ് ആയിരിക്കും. പിന്നെ പ്ലെയിൻസ്, ഓരോരോ പ്ലെയിൻ ഒരു റെഫറൻസ് പ്ലെയിൻ വെച്ചിട്ട് അതിന്റെ മേളിൽ കമ്പോണന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാനോ ഒക്കെ പറ്റും. അത് ഈ ഒരു ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചറിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ സെയിം ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ ആർക്കിടെക്ചറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിരിക്കും. പിന്നെ ആകെ വ്യത്യാസമുള്ളത് ബീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റീൽ ബീംസ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റീൽ ആണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും നമുക്ക് ബീംസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രക്ചറൽ വാൾസ്, അതായത് ലിഫ്റ്റ് വാള്, റീറ്റെയിനിങ് വാൾസ്, അതെല്ലാം നമുക്ക് ഇവിടെ സ്ട്രക്ചറൽ വാൾസിൽ എടുക്കാൻ പറ്റും. നോർമൽ
സ്ട്രക്ചറൽ ബ്രിക്ക് വാൾസ് എല്ലാം നമുക്ക് കൊടുക്കാം. മെറ്റീരിയൽ നമുക്ക് പല രീതിയിൽ ആഡ് ചെയ്യാം. ബ്രിക്ക് കൊടുക്കാം, കോൺക്രീറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇത് സ്ട്രക്ചറൽ ടെംപ്ലേറ്റ് ആയിരുന്നെങ്കിൽ വാൾ സ്ട്രക്ചറിൽ എടുക്കാം. ഇത് ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് വാളില് ആർക്കിടെക്ചർ എന്നിട്ട് വാൾ എടുത്ത് വരച്ചാൽ മതി. വാൾ ആർക്കിടെക്ചർ എടുത്ത് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ ഷുവർ ആയിരിക്കണം. എന്നിട്ട് അതിലുള്ള കമ്പോണന്റ് മാത്രമേ ചിലത് വരയ്ക്കുക. ഇപ്പൊ വാൾ സ്ട്രക്ചർ ഇപ്പൊ വരയ്ക്കാൻ പോകുമ്പോൾ വരച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് ഇവിടെ ഒരു എററും വന്നു, വാർണിംഗ് മെസ്സേജ് വന്നു, ഇവിടെ കാണാനും പറ്റുന്നില്ല. ഓക്കെ, 3D നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നോർമൽ വാൾ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 2D ഒരു നോർമൽ വാൾ നമുക്കിവിടെ കാണാൻ പറ്റും. വേറെ വാർണിങ്സ് ഒന്നും വന്നിട്ടില്ല. 3D കാണാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ചില ഇത് ഇനാക്റ്റീവ് ആവും, ആക്റ്റീവ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് അങ്ങനെ ഇത് കമ്പോണൻസ് അല്ല സോറി സ്ട്രക്ചറില് കോളം കൊടുക്കാം, സ്റ്റീൽ കോളം കൊടുക്കാം, കോൺക്രീറ്റ് കോളം കൊടുക്കാം, ഫ്ലോറിംഗ് സ്ട്രക്ചറൽ ഫ്ലോറിംഗ് കൊടുക്കാം, സ്ലാബ് എഡ്ജിലുള്ള ഫ്ലോറിംഗ് കൊടുക്കാം, മോഡൽ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ട്രസ് ക്രിയേറ്റ് ചെയ്യാം, റേസിംഗ് സിസ്റ്റം ലാറ്റിസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം, ബീം സിസ്റ്റം അങ്ങനെ കൊടുക്കാം, പിന്നെ കണക്ഷൻസ് നട്ട് ബോൾട്സ് വെൽഡിംഗ് കണക്ഷൻസ് എല്ലാം കണക്ഷൻസിൽ കൊടുക്കാം, പിന്നെ ഫുട്ടിംഗ് ഐസൊലേറ്റഡ് ഫുട്ടിംഗ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് പിന്നെ ഇതിൽ നിലവിലുള്ളത് റെക്ടാങ്കുലർ ഫുട്ടിങ്സ് ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്ലോപ്ഡ് ഫുട്ടിങ്, അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു സ്ലോപ്പ് ഫുട്ടിങ് മോഡൽ ചെയ്തിട്ട് അത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അത് നിലവിൽ ഒരു ഇങ്ങനത്തെ ഫുട്ടിങ് ആണ് ഉള്ളത്. പിന്നെ വാൾ ഫുട്ടിങ്, വാൾ ഫൗണ്ടേഷൻ കൊടുക്കാം, സ്ലാബ് സ്ട്രക്ചറൽ സ്ലാബ് ഫൗണ്ടേഷൻ മറ്റേ റാഫ് സ്ലാബ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഈ കാറ്റഗറിയിൽ വരും. പിന്നെ റീബാർ, പിന്നെ ഏരിയ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, പാത്ത് റീഇൻഫോഴ്സ്മെന്റ്, അതായത് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഇതെല്ലാം സ്ട്രക്ചറൽ ടെംപ്ലേറ്റിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ സൈഡിൽ നമുക്ക് കൂടുതൽ അഡീഷണൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് പാത്ത് വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. ഫാബ്രിക് ഏരിയ, ഒരു ഫൈബർ കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, അതിൽ നമുക്കത് അങ്ങനെ മോഡൽ ചെയ്യാൻ പറ്റും. പിന്നെ കവർ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, റിബർ കപ്ലർ കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ആർക്കിടെക്ചറിൽ കണ്ടു തന്നെയാണ്. പിന്നെ സ്റ്റീൽ നട്ട് ബോൾട്സ് എല്ലാം നമുക്ക് കണക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. സ്റ്റീൽ പ്ലേറ്റ്, ബോൾട്ടിൽ പല ടൈപ്പ്, ആങ്കർ, ഹുക്സ്, ഷിയർ സ്റ്റഡ്, അതെല്ലാം നമുക്ക് ഇതിൽ മോഡൽ ചെയ്യാൻ പറ്റും. വെൽഡ്, പല ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഉണ്ട്, അത് കൊടുക്കാം. പിന്നെ കോർണർ കട്ട്, കോബ്സ്ക്യൂൾ, ഷോർട്ടൺ, ഇതെല്ലാം നമുക്കത് ആ ഒരു കമ്പോണന്റിന്റെ അവിടെ ആ ഒരു ഫേസിൽ നമുക്ക് കട്ട് ചെയ്യാനും ഇതാക്കി കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ സിസ്റ്റം, ഇത് പ്ലെയിൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പ്ലെയിൻ സെറ്റ് ചെയ്ത് രണ്ട് മേലെ ഇപ്പം ഒരു സ്ലാബിന്റെ കോർണർ എനിക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇത് ആ സ്ലാബ് സെലക്ട് ചെയ്തിട്ട് കോർണർ കട്ട് കൊടുത്തിട്ട് ആ പ്ലെയിൻ ഏത് സൈഡിലാണ്, സ്ലാബിന്റെ ഏത് സൈഡിലാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത് ആ പ്ലെയിനിന്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ആ പ്ലെയിനിൽ വെച്ച് ഇത് കട്ട് ആവുള്ളൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ നമുക്ക് ചരിച്ചോ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതുപോലെ പ്ലെയിൻ വെച്ചിട്ട് അതിന്റെ മേലിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സിസ്റ്റംസ് മെക്കാനിക്കൽ ടെംപ്ലേറ്റ്, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻസേർട്ട് എല്ലാത്തിനും വർക്ക് ചെയ്യും. നമുക്ക് CAD ഇൻസേർട്ട് ചെയ്യാം, ടോപ്പോഗ്രാഫി ഇൻസേർട്ട് ചെയ്യാം, അങ്ങനെ കുറെ ഓപ്ഷൻസ്, PDF ഇൻസേർട്ട് ചെയ്യാം, ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അനോട്ടേറ്റ്, ഇത് നിങ്ങൾക്കറിയാം CAD-ലെ ടൂൾസ് ആണ്. പിന്നെ അനാലിസിസ്, ഇത് സ്ട്രക്ചറൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുമ്പം സ്ട്രക്ചറൽ അനാലിസിസിന് വേണ്ടിയിട്ട് ലോഡ്, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, ലോഡ് കൊടുക്കുക, ലോഡ് കേസസ്, ലോഡ് കോമ്പിനേഷൻ, ഇതെല്ലാം കൊടുക്കാം. അതിനുള്ള ഒരു ടൂൾസ് ആണ്. എല്ലാവരും എല്ലാം പഠിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ടെംപ്ലേറ്റ് ഒന്ന് ഫെമിലിയർ ആവണം എന്ന് വെച്ചാൽ എല്ലാ ടെംപ്ലേറ്റിൽ ഇത് ഈ ഓപ്ഷൻ എല്ലാം കാണും. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
കൊളാബറേറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് കോർഡിനേഷൻ. ഈ റെവിറ്റിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ബ്രാഞ്ചിലിരിക്കുന്ന ആൾക്കാർ വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആർക്കിടെക്ചർ ഒരു മോഡൽ പ്രിപ്പയർ ചെയ്തു, അത് നമ്മൾ സ്ട്രക്ചറിൽ ബാക്കി സ്ട്രക്ചറൽ ഫ്രെയിമിങ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലാഷ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിന് ഫയല് കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക് കൊടുത്തിട്ട് ക്ലാഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് തിരിച്ച് അവർക്ക് അയക്കും. എന്നിട്ട് അവർ എന്തെങ്കിലും ക്ലാഷ് പറ്റില്ല, ഇവിടുത്തെ കോളം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ. ക്ലാഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് ഇതിൽ തന്നെ ക്ലാഷ് വിസിബിൾ ആയിരിക്കും. പിന്നെ വ്യൂസ്, പല വ്യൂസ് ഉണ്ട്, റെൻഡർ വ്യൂസ്, 3D വ്യൂ, സെക്ഷൻ കട്ട്, ഇതിന്റെ എല്ലാം ഷോർട്ട് കീ മേളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ പോണം എന്നില്ല, മേളിലും ഉണ്ട് കുറച്ച് ഷോർട്ട് കീസ്. പിന്നെ മാനേജ്, അതിൻ്റെ അകത്ത് ഒരു പുതിയ മെറ്റീരിയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് മെറ്റീരിയൽ ഉണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. പെർജ് ആൻഡ് യൂസ്, അൺവാണ്ടഡ് ലേയേഴ്സ് ഒക്കെ പെർജ് ചെയ്ത് CAD-ലുള്ള ഒരു കമാൻഡ് ആണ്. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ആഡിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഇതെന്തെങ്കിലും ഇപ്പം ആഡിൻസിലൊരു എക്സാമ്പിൾ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ Revit ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റോബോട്ടിക് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ടെംപ്ലേറ്റിൽ വരച്ചിട്ട് ആഡിൻസിൽ റോബോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞൊരു അത് വേറൊരു സോഫ്റ്റ്വെയർ ആണ്, CAD-ന്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ്. അതൊരു അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇതിൽ മോഡൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതായിട്ട് നമ്മുടെ Revit ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റോബോട്ടിക് ഇതിൽ ഇങ്ങനെ അതിന്റെ ഇതും കൂടെ ഇവിടെ വരും. പിന്നെ മോഡിഫൈ സ്ട്രക്ചർ, ഇത് ഞാൻ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്തതാണ്, അത് വർക്ക് ആയില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബീംസിന്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഓരോ കമ്പോണന്റിനും ഓരോ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ലൈസൻസ് വേർഷൻ ആയിരുന്നെങ്കിൽ അത് നടന്നതിന്. പിന്നെ മോഡിഫൈയില് നിങ്ങൾക്കറിയാം ഇത് അലൈൻ ടൂൾ ആണ്. അലൈൻ ഷോർട്ട് കീസ് ഇപ്പൊ നിങ്ങൾ ഓരോന്നിനും മുകളിൽ വെക്കുമ്പോൾ തന്നെ അതിന്റെ യൂസ്, അതെങ്ങനെ യൂസ് ചെയ്യും, അതിന്റെ ഷോർട്ട് കീ ഇതിൽ കാണാം. ഓക്കെ, അലൈൻ, ട്രിം, എക്സ്റ്റെൻഡ്, ഡിലീറ്റ്, പിൻ, അൺപിൻ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് CAD-ഉം പ്ലാൻ ഇങ്ങോട്ടേക്കും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ മേലിൽ നമുക്ക് വരയ്ക്കാം. CAD ആ CAD പ്ലാനിൽ നിന്ന് നമുക്ക് വാൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പ്ലാൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ അൺപിൻ ചെയ്യുന്നത്. ഓക്കെ, പിൻ ചെയ്യുക, വരച്ചു കഴിഞ്ഞിട്ട് അൺപിൻ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ അത് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. പിന്നെ മെഷറിങ് ഇതാണുള്ളത്. പിന്നെ ഗ്രൂപ്പ് ആക്കാൻ പറ്റും, അസംബിൾ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ ഒരു വാളിന് പല ലേയേഴ്സ് ഇരിക്കുന്നത്, ഓരോ പാർട്സ് നമുക്ക് അത് ഡിലീറ്റ് ആക്കണതിനും എഡിറ്റ് ചെയ്യാനൊക്കെ ക്രിയേറ്റ് പാർട്സ് കൊടുക്കാം. ജസ്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, ക്രിയേറ്റ് പാർട്സ് ആവും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. ഒരു വാൾ ഉണ്ട്, അതിനകത്ത് പാർട്സ് ശരിക്കും ലേയേഴ്സ് ഉണ്ട്, പക്ഷെ നിലവിൽ അത് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തപ്പോൾ അതിന്റെ പാർട്സ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണ്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ടൂൾസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഇതിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ടൂൾസ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങും. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുറച്ച് കൺഫ്യൂസ്ഡ് ആണോ? കൺഫ്യൂസിങ് ആണോ?